കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ ഗവർണറെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും വിമർശിച്ച് മുൻ സിൻഡിക്കേറ്റ് അംഗവും കോൺഗ്രസ് നേതാവുമായ ജ്യോതികുമാർ ചാമക്കാല സർവകലാശാലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണം ചാൻസലർ എന്ന് കുറ്റപ്പെടുത്തൽ. കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗമാണ് ജ്യോതികുമാർ ചാമക്കാല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ജ്യോതികുമാർ ചാമക്കാലയുടെ ഈ വിമർശനം ഏത് രീതിയിൽ കാണണം? തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതിലൊരു നിലപാടെടുത്തിരുന്നു. അതായത് സർക്കാർ ഗവർണർ തർക്കങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിന്റെ ഭാഗമാണ് സർവകലാശാലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന രീതിയിലായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിച്ചത്. എന്തായാലും അതിൽ നിന്ന് നേരിയ രീതിയിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദീർഘകാലം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. നിലവിൽ കേരള സർവകലാശാലയുടെ നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളെയും കുറിച്ചും വിശദമായി ബോധ്യമുള്ള ആൾ കൂടിയാണ് ഈ സിൻഡിക്കേറ്റ് അംഗം ആയിരുന്ന ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹത്തിന്റെ പോസ്റ്റ്, അതായത് ആർലേക്കർക്ക് എന്താ കൊമ്മുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത്. പ്രധാനമായും ഗവർണറെയും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പോസ്റ്റിൽ പൂർണ്ണമായി വിമർശിക്കുന്നുണ്ട്. സർവകലാശാലയിൽ നിൽക്കുന്ന അനിശ്ചിതാവസ്ഥത്തിന് കാരണം ചാൻസലർ മാത്രമാണ് എന്നാണ് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നത്. ക്രിമിനലുകളെ പേടിച്ചിട്ടാണോ ചാൻസലർ നടപടി സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യവും ഈ പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമരം എന്തിനാണെന്നും ചാമക്കാല പോസ്റ്റിൽ പറയുന്നു. വിശദമായി തന്നെയാണ് ആ പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ പറയുന്നത്. അതായത് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നതും അതിലൊരു നിലപാട് വ്യക്തമാക്കുന്നതും. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ.